വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അമെൻമെൻറ്റിൻ്റെ ക്ലാസ്സാണ്. അമെൻമെൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ മോർ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 29 വരെയുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. 32 പിന്നെ അമെൻമെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുക നമ്മൾ. അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ റിലേറ്റിംഗ് ടു 32 എന്ന് പറഞ്ഞാൽ സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റിയാണ് 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സൂപ്പർ സെഷനുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 32D ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ ഓർ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് not more than 3 individuals, one among them as convener, who shall be from among the members of the society to manage the affairs of the society for a period not exceeding 6 months എന്ന് പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ എത്ര ആൾ കൂടാൻ പാടില്ല? നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസിൽ കൂടാൻ പാടില്ല. അതിൽ ഒരാൾ കൺവീനർ ആയിരിക്കും. ആ കൺവീനറുടെ പ്രത്യേകത എന്താണ്? ഹു ഷാൾ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിരുന്നില്ല. ഇപ്പോൾ പറയുന്നത് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആയിരിക്കണം എന്നാണ്. ടു മാനേജ് ദ അഫെയർസ് ഓഫ് ദ സൊസൈറ്റി ഫോർ എ പീരിയഡ് നോട്ട് എക്സീഡിങ് 6 months. അപ്പോൾ അതായത് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം നോക്കണം. നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ്. പിന്നെ അവിടെ ഒരു കൺവീനർ ഉണ്ട്. ആ കൺവീനറുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എലിജിബിലിറ്റിയാണ് പറയണത്. എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പീരിയഡും ഓർത്ത് വയ്ക്കണം. നോട്ട് എക്സീഡിങ് 6 months ആണ് അവരുടെ കാലാവധി. അത് കഴിഞ്ഞ് 32E ആണ് നമ്മൾ പറയണത്. 32E പറയുന്നത് എവറി മെമ്പർ ഓഫ് ദ കമ്മിറ്റി superseded under this section shall from the date of order of such supersession stand disqualified to contest in the election to or to be nominated to the committee of any society or to be appointed as an administrator in any society for next 1 term. എവറി മെമ്പർ ഓഫ് ദ കമ്മിറ്റി സൂപ്പർസീഡഡ് അണ്ടർ ദിസ് സെക്ഷൻ. ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ മെമ്പറും എല്ലാ മെമ്പറും കമ്മിറ്റിയിലെ എല്ലാ മെമ്പേഴ്സും എന്നു മുതൽ ഈ ഒരു ഡേറ്റ് ഓഫ് ഓർഡർ സൂപ്പർസെഷൻ്റെ ഡേറ്റ് ഓഫ് ഓർഡർ ലഭിച്ചതു മുതൽ അല്ലെങ്കിൽ കിട്ടിയത് മുതൽ അത് അവർ ഡിസ്ക്വാളിഫൈഡ് ആവുകയാണ്. സച്ച് സൂപ്പർസെഷൻ സ്റ്റാൻഡ് ഡിസ്ക്വാളിഫൈഡ് ആവും. എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വന്നത്? ഈ വകുപ്പിന് കീഴിൽ അസാധുവാക്കിയ കമ്മിറ്റിയിലെ ഓരോ അംഗവും അത്തരം അസാധുവാക്കൽ ഉത്തരവിൻ്റെ തീയതി മുതൽ ഏതെങ്കിലും ഒരു സൊസൈറ്റി എലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുക. കണ്ടസ്റ്റ് ഇൻ ദ എലക്ഷൻ ടു ഓർ ടു ബി നോമിനേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നെങ്കിൽ എലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയോ ഇല്ല, മത്സരിക്കാനോ നീ നാമനിർദ്ദേശം ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ അതൊന്നും പറ്റില്ല. അടുത്തൊരു ടേമിലേക്ക് ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ നിയമിക്കപ്പെടാനോ ഒന്നും ഇല്ല. അവരൊക്കെ അങ്ങനെയൊക്കെ വന്നാലും അയോഗ്യരാക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ മെമ്പറും എവറി മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഇങ്ങനെ സൂപ്പർസീഡ് ചെയ്യപ്പെട്ട കമ്മിറ്റിയിലെ ഓരോ വ്യക്തിയും ഓരോ മെമ്പറും ഈ തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ഒക്കെ അവർക്ക് കിട്ടുകയാണ് ഇതുമൂലം. അപ്പോൾ എന്തൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം അസാധുവാക്കൽ ഉത്തരവിൻ്റെ തീയതി മുതൽ ഏതെങ്കിലും സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനോ നാമനിർദ്ദേശം ചെയ്യപ്പെടാനോ അടുത്ത ഒരു ടേമിലേക്ക് ഏതെങ്കിലും സൊസൈറ്റിയിൽ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെടാനോ അയോഗ്യരാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അവർക്ക് ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അതാണ് 32 സബ് സെക്ഷൻ E എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഓർക്കണം. കാരണം ഈ 3 കാര്യങ്ങളും പ്രധാനമാണല്ലോ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. പിന്നെ അടുത്തത് വരുന്നത് 32 സബ് സെക്ഷൻ 4 വരുന്നത്. 32 സബ് സെക്ഷൻ 4 പറയുന്നത് ദ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സോ അപ്പോയിൻറ്റഡ് ഷാൾ. അത്തരത്തിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അങ്ങനെ നിയമിക്കപ്പെട്ട കമ്മിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഷാൾ സബ്ജക്റ്റ് ടു ദ കൺട്രോൾ ഓഫ് ദ രജിസ്ട്രാറിൻ്റെ നിയന്ത്രണത്തിലും ആൻഡ് ടു സച്ച് ഇൻസ്ട്രക്ഷൻസ് ആസ് ഹി മേ ഫ്രം ടൈം ടു ടൈം ഗീവ്. അദ്ദേഹം കാലാകാലങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് വിധേയരായിരിക്കും എന്നാണ് പറയണത്. ഹാവ് പവർ ടു എക്സസൈസ് ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ കമ്മിറ്റി or any officer of the society
ആൻഡ് ടേക്ക് സച്ച് ആക്ഷൻ ആസ് മേ ബി റിക്വയേർഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. ഏത് പ്രവർത്തനം എടുക്കുമ്പോഴും അത് ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റിയിൽ ഊന്നിയായിരിക്കണം. ഇൻക്ലൂഡിങ് ഏതടക്കം എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ എൻറോൾമെൻറ്റ് ഉൾപ്പെടെ. പിന്നെ പ്രൊവൈഡഡ് സച്ച് മെമ്പേഴ്സ് ഷാൾ നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല എന്ന് പറയണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗത്വം അംഗീകരിക്കുന്നില്ലെങ്കിൽ അത്തരം അംഗങ്ങൾക്ക് വോട്ടിംഗ് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ എൻറോൾമെൻറ്റ് ഓഫ് മെമ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആ കമ്മിറ്റിക്ക് താല്പര്യമില്ല അവർക്ക് അംഗത്വം കൊടുക്കാൻ എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ എന്തില്ല, അത്തരം അംഗങ്ങൾക്ക് വോട്ടിംഗ് അവകാശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 33 വരുന്നത്. അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 33 വരുന്നത്. അപ്പോൾ 32 സബ്സെക്ഷൻ 4 കഴിയുമ്പോൾ തന്നെ ഈ 32 കഴിഞ്ഞു കേട്ടോ. 32 സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി ആയിരുന്നു. സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റിയിലെ പോയിന്റ് അതോടുകൂടി കഴിയണം. പിന്നെ സെക്ഷൻ 33 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 33 എന്താണെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി. അതാണ് സെക്ഷൻ 33 പറയുന്നത്. സെക്ഷൻ 33 എന്താ വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി, പുതിയ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ വയ്ക്കുന്നത് ഏത് സമയത്ത്, ഓൺ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി. ഒരു കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഫെയിലിയർ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ന്യൂ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വയ്ക്കും. അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് എന്ത്, സെക്ഷൻ 33 എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഈ 32 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഡിയിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ഓർത്തിരിക്കണം. 32 കുറച്ച് കാര്യങ്ങൾ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്തിരിക്കണം. പിന്നെ 32 4 അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ 33 കടന്നു കഴിഞ്ഞാൽ 33 പറയണത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺസിസ്റ്റിംഗ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് നോട്ട് മോർ ദാൻ 3 ഇൻഡിവിജ്വൽസ് കൂടാൻ പാടില്ല. ഹൂ ഷാൾ ബി ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആയിരിക്കണം. പിന്നെ ദ മെമ്പേഴ്സ് ഓ എൻറോൾഡ് ഷാൾ നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് ഇല്ല അൺലെസ് ആൻ ഇലക്റ്റഡ് കമ്മിറ്റി റെക്ടിഫൈസ് സച്ച് മെമ്പർഷിപ്പ് ആൻഡ്. ഇപ്പോൾ കമ്മിറ്റി മെമ്പർഷിപ്പ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവർ അതിനുള്ള സ്പെസിഫൈ ചെയ്യണം, അതിൻ്റെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് കമ്മിറ്റി കൊടുക്കാത്തത് എന്നതിലുള്ള കാരണങ്ങൾ ഇവരെന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണമെന്ന് സെക്ഷൻ 33 പറയുന്നുണ്ട്. അത് ഒന്ന് കറക്റ്റായിട്ട് അവർ പറയണം, എന്തുകൊണ്ടാണ് മെമ്പേഴ്സിനെ എൻറോൾ ചെയ്തു പക്ഷേ എൻറോൾ ചെയ്ത ആൾക്ക് ഷോൾ നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ് ഇല്ല, കാരണം ആ കമ്മിറ്റി അതിനെ അംഗീകരിച്ചിട്ടില്ല അവരുടെ അംഗത്വത്തിന്. അങ്ങനത്തെ മെമ്പർഷിപ്പിന് കാരണസഹിതം കാരണം പറയേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്, കമ്മിറ്റിക്കുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് പറയുന്നത് 34A ആണ്. 34A ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 34A ഉണ്ടായിരുന്നതല്ല, ആഡ് ചെയ്തതാണ് കേട്ടോ. എല്ലാ അമെൻമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ അമെൻമെൻറ്റുകളും ഉണ്ട്, അല്ലാത്ത അമെൻമെൻറ്റുകളും ഉണ്ട്. അല്ലാത്ത അമെൻമെൻറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അപ്പോൾ അത് നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട, ചിലതൊന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയും വേണം. 34A എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലാവാതെ വരുന്നത് കണ്ടിന്യൂഷൻ ഇല്ലാത്ത കാരണമാണ് കേട്ടോ. നമ്മൾ സെക്ഷൻ്റെ ഇടയ്ക്ക് കയറിയിട്ടാണല്ലോ പറയണത്, അത് കാരണമാണ് ചിലപ്പോൾ കണ്ടിന്യൂഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ സെക്ഷൻ്റെ ഉള്ളിൽ പഠിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഓരോരോ പോയിന്റുകളായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാം കേട്ടോ. അപ്പോൾ ആ സെക്ഷൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു രൂപം കിട്ടുള്ളൂ. 34A എന്ന് പറഞ്ഞാൽ 34 ഉണ്ട്. 34 സെക്യൂറിങ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ് ആണ്. 34A ആഡ് ചെയ്തതാണ്. മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ. കോമൺ സോഫ്റ്റ്വെയറിൻ്റെ ഓഡിറ്റൊക്കെ ഇപ്പോൾ തുടങ്ങിയല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്സും ഉണ്ടാക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റാണ് 34A സബ്സെക്ഷൻ ആഡ് ചെയ്തതാണ് ഇപ്രാവശ്യം. അപ്പോൾ അത് പറയുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് എന്താ പറയണമെങ്കിൽ, ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷോൾ പ്രിപ്പയർ ആൻഡ് കീപ്പ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ് ഫോർ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വിച്ച് എനേബിൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ്, GAAP ഒരു കറക്റ്റ് ഫോം ഉണ്ടാവും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചായിരിക്കണം ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ഒക്കെ നടത്തുന്നത്. പിന്നെ ദ രജിസ്ട്രാർക്ക് ഷാൾ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ്, അത്യാവശ്യമായ ഗൈഡ് ലൈൻസ് ഫോർ ഇൻസ്റ്റാളേഷൻ. ഈ ഒരു
പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതും മെയിൻ്റനൻസ് ചെയ്യുന്നതും യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ടു ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെസസറി ഗൈഡ് ലൈൻസ് ഒക്കെ ഇറക്കുന്നത് ആരാണ്? രജിസ്ട്രാറാണ് ഇറക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കണം. പിന്നെ ഒരു ടെക്നിക്കൽ സെല്ല്, പ്രൊഫഷണലായിട്ടും ടെക്നിക്കലായിട്ടും ഒരു ടീം അല്ലെങ്കിൽ ടെക്നിക്കൽ സെല്ല് പ്രിസ്ക്രൈബ്ഡ് ഷാൾ ബി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആരുടെ ഓഫീസിൽ? രജിസ്ട്രാറുടെ ഓഫീസിൽ ഉണ്ടായിരിക്കണം. അത് ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം, കൂടി ആലോചിച്ചിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഫോം ചെയ്യുന്നത് വെച്ചാൽ ടു ഇൻസ്പെക്ട് ദ സെക്യൂരിറ്റി, റിലയബിലിറ്റി, ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് അതർ ആസ്പെക്ട്സ് കണക്റ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റി, റിലയബിലിറ്റി, ഡാറ്റ പ്രൊട്ടക്ഷൻ അതൊക്കെ നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു പുതിയ ഒരു സെക്ഷനിൽ ആഡ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അത് ഇത്രയും നാളുണ്ടായിരുന്നില്ല, അപ്പോൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രജിസ്ട്രാറുടെ പോയിൻ്റ് ഒന്ന് ഓർത്തിരിക്കണം. അതായത് സ്പെഷ്യൽ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാറാണ് സ്പെഷ്യൽ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത്. പിന്നെ ഈ അക്കൗണ്ട്സും ബുക്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഇൻ ദ ഫോം ഓഫ് GAAP ഫോർ പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ അത് പ്രകാരമാണെന്ന് ഓർക്കണം. രജിസ്ട്രാറാണ് നെസസറി ഗൈഡ് ലൈൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്, ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസും കോമൺ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ അവർക്കൊരു ടെക്നിക്കൽ സെല്ല് എവിടെ ഉണ്ടാവും? രജിസ്ട്രാർ ഓഫീസിലുണ്ടായിരിക്കും. അത് തുടങ്ങുന്നത് കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെൻറ് ആയിരിക്കും. പിന്നെ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി, റിലയബിലിറ്റി, ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് അതർ ആസ്പെക്ട്സ് കണക്റ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ ഓർത്തിരിക്കണം. പിന്നെ അടുത്തത് വരുന്നത് സെക്ഷൻ 36മായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 36A ആണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 36 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗേഹാനുമായി ബന്ധപ്പെട്ടതാണ് ആ ഭാഗം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. 36A ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഗെഹാൻ്റെ പ്രൊവിഷൻസ് സെക്ഷൻ 9 തൊട്ട് 15 വരെ, 9ഉം 15ഉം ഉൾപ്പെടെ, പിന്നെ 19ഉം 28ഉം തൊട്ട് 19, 28ഉം ഉൾപ്പെടെ നമ്മുടെ KS കാർഡ് ബാങ്കിൻ്റെ 1984 KS കാർഡ് ബാങ്കിൻ്റെ പ്രൊവിഷൻസിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നുണ്ട്. അത് ആസ് അമെൻഡ് ടൈം ടു, അതാത് കാലങ്ങളിൽ അത് അമെൻഡ് ചെയ്യപ്പെടും എന്നും പറയുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് ഗേഹാനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പറയുന്നത് 36A എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് വരുന്നത് സെക്ഷൻ 56ലാണ് കേട്ടോ. സെക്ഷൻ 56 പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. 56 എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. 56 എന്താണ്? ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ അത് ABC എന്ന് പറഞ്ഞിട്ട് 3 ഫണ്ടുകളാണ് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടുകൾ എന്ന പേരിൽ മാറ്റി വെച്ചിരുന്നത്. അപ്പം ഫസ്റ്റത്തെ A ഫണ്ട് ഏതായിരുന്നു? ഒന്നിൽ A, ഒന്നിൽ B, ഒന്നിൽ C എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ഒന്നിൽ D കൂടി ആഡ് ചെയ്തു. അതാണ് 56 1D എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എന്ന് മാറ്റി വെക്കേണ്ടത് 3 കാര്യങ്ങൾ പറയണത്. ഒന്ന്, നോട്ട് ലെസ് ദാൻ 15% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ റിസർവ് ഫണ്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നോട്ട് എക്സീഡിങ് 5%, 5% കൂടാത്ത തുക കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് പറയുന്നുണ്ട്. പിന്നെ 10% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടായിട്ട് പറയുന്നുണ്ട്. ഇതുവരെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 4ാമത്തെ, അതായത് 56ൽ 1D എന്ന് വെച്ചിട്ട് 5% നെറ്റ് പ്രോഫിറ്റ് ടു ദ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാറാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ സൂക്ഷിപ്പുകാരൻ. അപ്പോൾ അത് അടിയിലാണ്, താഴെയാണ് കിടന്നിരുന്നത്. സാധാരണ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഭാഗത്താണ് കിടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി ആക്കി മാറ്റിയിട്ട് അവരാണ് Dയിൽ 56 1D ആക്കി ആ ഫണ്ടിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. 56 1D ആണ് അതുമായി ബന്ധപ്പെട്ടത്. 5% നെറ്റ് പ്രോഫിറ്റാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്നും ഓർത്തിരിക്കണം. പിന്നെ അടുത്തത് വരുന്നത് 56A ബന്ധപ്പെട്ടതാണ്. 56 കഴിഞ്ഞു. പിന്നെ 56A ആണ്. 56A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റാണ്. നോൺ ബാങ്കിങ് അസറ്റിൻ്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 56A എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സൊസൈറ്റി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കണക്റ്റഡ് വിത്ത് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സുമായി കണക്ട് ചെയ്ത ആക്ടിവിറ്റീസിനാണ് ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ
എന്തു പറയുന്നുണ്ട്, ഇറ്റ് ഷാൾ സീക്ക് പ്രയർ അപ്രൂവൽ വാങ്ങണം. ആരുടെ കയ്യിൽ നിന്ന്? രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന്. ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി ഓഫ് സൊസൈറ്റി. കൂടെ എന്ത് ചെയ്യണം? ജനറൽ ബോഡിയുടെ റെസൊല്യൂഷൻ കൂടി വാങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് ആരുടെ? സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സിന് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിലാണ് പ്രയർ അപ്രൂവൽ ഫ്രം ദ രജിസ്ട്രാർ വേണം. അതിന് വേണ്ടിയിട്ട് ജനറൽ ബോഡിയിൽ റെസൊല്യൂഷനും പാസ്സാക്കേണ്ടതുണ്ട്. ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ ഓഫ് ദി ജനറൽ ബോഡി ഓഫ് ദി സൊസൈറ്റി. അപ്പം റെസൊല്യൂഷൻ വാങ്ങിയിട്ട് പിന്നെ ആരുടെ അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യണം? രജിസ്ട്രാറുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്, അതൊന്ന് ഓർത്തിരിക്കണം. റെസൊല്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡിയും വേണം, പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാറും വേണം, രണ്ടും വേണം എന്ന് ഓർത്തിരിക്കണം. പിന്നെ 57 പിന്നെ അടുത്തത് വരുന്നത്. 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ് 57 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. അതിൽ 57A എന്ന് പറഞ്ഞിട്ട് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് വരുന്നുണ്ട്. B എന്ന് പറഞ്ഞിട്ട് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വരുന്നുണ്ട്. C എന്ന് പറഞ്ഞിട്ട് കൺസോർഷ്യം ലെൻഡിങ് സ്കീം വരുന്നുണ്ട്. D എന്ന് പറഞ്ഞിട്ട് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം വരുന്നുണ്ട്. അതിന് ശേഷമാണ് 57E എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു സംഭവം ഇപ്പം ഉണ്ടാക്കിയതാണ്, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നറിയപ്പെടുന്ന സ്കീം. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്താ വെച്ചാൽ 57E സബ്സെക്ഷൻ 1 പറയണത് ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം എ സ്കീം, ഒരു സ്കീം ഫ്രെയിം ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. എന്തിനു വേണ്ടി? ഫോർ എസ്റ്റാബ്ലിഷിങ് എ ഫണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് റിവൈവിങ് സൊസൈറ്റീസ്. റിവൈവിങ് സൊസൈറ്റീസിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നത്. അതായത് വിച്ച് ആർ വീക്കർ ഓർ റിമൈൻ ഇൻ ഡോർമെൻറ്റ് പൊസിഷനിലുള്ള സൊസൈറ്റീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് ഉണ്ടാക്കുന്നത്. ഡ്യൂ ടു സർട്ടൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ ബൈ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സബ്ജക്റ്റ് ടു സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് to be specified in the scheme and shall be administered in such manner as may be prescribed എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 57E എന്നത് പുതിയൊരു ഫണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്താണെന്ന് ഓർത്തിരിക്കുക, അതിൻ്റെ സെക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക. 57 സബ്സെക്ഷൻ E ആണ്. ഇയിൽ 1 ആണ് പറഞ്ഞിട്ടുള്ളത്. അവർ നോട്ടിഫിക്കേഷൻ, ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ഇങ്ങനെ ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കും, സ്കീമാണ് ആദ്യം ഉണ്ടാക്കുക, കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? വീക്കർ അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയിട്ട് കിടക്കുന്ന സൊസൈറ്റികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ടായിട്ട് പറയുന്നത്, ഈ ഫണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫണ്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൽ നിന്ന് ഫണ്ടുകൾ എങ്ങനെ വരും എന്ന് നോക്കണമല്ലോ. ഒരു ഫണ്ട് ഉണ്ടാക്കിയാൽ അതിലേക്ക് എമൗണ്ടുകൾ വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 57E സബ്സെക്ഷൻ 2 പറയണത്, ഒന്നാമത്തെ A പറയണത് ആൻ എമൗണ്ട് വിച്ച് ഈസ് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട്. അതായത് കരുതൽ ഫണ്ടിൻ്റെ 50% കൂടാത്ത തുക ഇതിലേക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. ആൻ എമൗണ്ട് വിച്ച് ഈസ് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. പിന്നീട് പറയുന്നത് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആരാ ഉണ്ടാക്കുക? സെറ്റപ്പാർട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് അല്ലേ, അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന്. അപ്പോൾ അവരുടെ അറ്റാദായത്തിൽ നിന്ന്, അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി അവരുടെ അറ്റാദായത്തിൽ നിന്ന് നീക്കി വെച്ചിട്ടുള്ള അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ 50% കൂടാത്ത തുക. പിന്നെ സച്ച് ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ്, ഗവൺമെൻറ് അതാത് കാലങ്ങളിൽ തരുന്ന ഫണ്ടുകൾ. പിന്നെ എനി അതർ എമൗണ്ട് വിച്ച് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ സ്കീം മേ ബി ക്രെഡിറ്റഡ് ടു ഫണ്ട്. ഈ സ്കീമുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന മറ്റു വല്ല തുകകളും അതും ഈ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വ്യവസ്ഥകൾ പ്രകാരം ഫണ്ടിലേക്ക് എന്തെങ്കിലും വരവ് വരാണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെയാണ് ഈ ഫണ്ടിലേക്ക് തുക വരുന്നത് എന്ന് പറഞ്ഞു. ആൻ എമൗണ്ട് വിച്ച് ഈസ് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട്. പിന്നെ നോട്ട് മോർ ദാൻ 50% ഓഫ് ദ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അവർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നോക്കുന്നത് ആരാണ്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് അതാത് കാലങ്ങളിൽ കിട്ടുന്നതുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്തുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് അതാത് കാലങ്ങളിൽ കിട്ടുന്നതുണ്ട്. പിന്നെ അത് കൂടാതെ ഉള്ളത് പിന്നെ
പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം ഫണ്ടിലേക്ക് വല്ലതും വരാനുണ്ടെങ്കിൽ അതും, പദ്ധതികളുടെ വ്യവസ്ഥകൾ പ്രകാരം ഫണ്ടിലേക്ക് വല്ലതും വരാനുണ്ടെങ്കിൽ അതും വരും കേട്ടോ. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. അപ്പോൾ ഇത് പുതിയതാണ് 57. ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം പുതിയൊരു സ്കീമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം, ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ 57 കഴിഞ്ഞു. പിന്നെ അത് അടുത്തായിട്ട് വരുന്നത് 59 കേട്ടോ. അമെൻമെൻറ്റ് സെക്ഷൻ 59. അപ്പോൾ 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആണ് കേട്ടോ. 59 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആണ്. 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആണ്. അപ്പോൾ 59 2A പറയുന്നത് Society shall not sanction loans or advances exceeding the individual maximum borrowing power fixed by the registrar. അതായത് MBP ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, MBP IMBP ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാർ ഫിക്സ് ചെയ്ത് അതിന് മേലെ അല്ലെങ്കിൽ ബൈലോ പ്രൊവൈഡ് ചെയ്തതിന് മേലെ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതലായിട്ട് കൊടുത്തിട്ട് അഡ്വാൻസസ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എ സൊസൈറ്റി ഷാൾ നോട്ട് സാങ്ഷൻ ലോൺസ് ഓർ അഡ്വാൻസസ് എക്സീഡിങ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാളും ഒന്നും കൊടുക്കാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ വല്ല കോൺട്രവെൻഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കമ്മിറ്റി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസേൺഡ് ഷാൾ ബി ലയബിൾ ആണ്. എന്തിന്? പണിഷ്മെൻറ്റിന് ലയബിൾ ആണ് അവർ. ഇനിയിപ്പോൾ അല്ലാതെ അവർ വല്ല തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ലയബിൾ ആണ്. ഏത് സെക്ഷൻ പ്രകാരമാണ്? ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് 94 പറയണത്. 94 സബ്സെക്ഷൻ 7A പ്രകാരം അവർ ലയബിൾ ആണെന്നാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 59. അപ്പോൾ സെക്ഷൻ 58 തൊട്ടിട്ട് ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ആണ്. 58 റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്സ് ആണ്, 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആണ്, 60 റെസ്ട്രിക്ഷൻ ഓൺ അതർ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ മൂന്നും റെസ്ട്രിക്ഷൻസ് ആണ്. പിന്നെ 61 പ്രൊവിഡൻറ്റ് ഫണ്ടും 62 ഗ്രാറ്റുവിറ്റിയും കഴിഞ്ഞ് 63 നമ്മുടെ DCA അതായത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. 58 റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്സ്, അവിടെ മാറ്റമൊന്നും വന്നിട്ടില്ല. 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസിനാണ് ഈ ഒരു 59 2A എന്ന് പറഞ്ഞ അഡീഷൻ ചേർത്തിട്ടുള്ളത്. രജിസ്ട്രാറെ കൂടുതൽ സാങ്ഷൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല, IMBP ഫിക്സ് ചെയ്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല, ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും കോൺട്രാവേഷൻ ഉണ്ടെങ്കിൽ ഉണ്ടായ ചീഫ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ കമ്മിറ്റിയോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കമ്മിറ്റിയോ ലയബിൾ ആണ്. ഏത് ആക്ട് സെക്ഷൻ പ്രകാരം 94 ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് പ്രകാരം 7A അവിടെ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് 59A ആണ്. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്. ഇതിൽ തന്നെ 59Aയും വരുന്നുണ്ട്. 59Aയിൽ തന്നെ വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. അപ്പം ഈ വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ മൂല്യം നിർണ്ണയിക്കുക എന്നാണ്. റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് നടത്തുമ്പോൾ എന്തായാലും മൂല്യം നിർണ്ണയിക്കണമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ 59Aയിൽ പറയണത്. അത് ദ വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത്, സെക്യൂരിറ്റി ആയിട്ട് പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത്, പണയപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി വാല്യൂഡ് ബൈ എന്ത് ചെയ്യും, ഒരു ഓഫീസർ അല്ലെങ്കിൽ ഓഫീസേഴ്സ്. ഒരു ഓഫീസർ ആവാം അല്ലെങ്കിൽ ഒന്നിലധികം ഓഫീസേഴ്സ് ആവാം. ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഓതറൈസ് ചെയ്യണം കേട്ടോ. കമ്മിറ്റി ഓതറൈസ് ചെയ്യണം. അങ്ങനെ കമ്മിറ്റി ഓതറൈസ് ചെയ്തത് ആൾക്കാരോ ഓഫീസറോ ഓഫീസേഴ്സോ ഇൻ കേസ് ഓഫ് വേർ ദ ലോൺ എമൗണ്ട് ഈസ് ബിലോ 10 lakh. ഇവർ ഈ ഓഫീസറോ ഓഫീസേഴ്സോ വരിക എപ്പോഴാണ്? 10 lakhനും താഴെയാണെങ്കിൽ, ബിലോ 10 lakh ആണെങ്കിലാണ് അവർ വരിക. അപ്പോൾ വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത സമയത്താണെങ്കിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി വാല്യൂഡ് ബൈ എ ഓഫീസർ അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഇൻ കേസ് ഓഫ് ലെസ് ദാൻ അല്ലെങ്കിൽ ബിലോ 10 lakh. 10 ലക്ഷത്തിലും കുറവാണെങ്കിൽ ഈ ഓഫീസറോ ഓഫീസേഴ്സോ നോമിനേറ്റഡ് ബൈ ദ കമ്മിറ്റി വരും നോക്കാൻ വേണ്ടിയിട്ട്, വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പ്ലഡ്ജാണ്, സെക്യൂരിറ്റി പ്ലഡ്ജ് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്നാൽ ഒരു പാനൽ വരും, 10 ലക്ഷത്തിന് മുകളിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ബൈ എ പാനൽ ഓഫ് 5 members, 5 അംഗങ്ങൾ അടങ്ങുന്ന പാനലാണ് വരിക. അതിൽ കൺസിസ്റ്റിംഗ് 2 ഓഫീസേഴ്സ് ഇൻക്ലൂഡിങ് ഒന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും സൊസൈറ്റിയിൽ, മറ്റ് 2 പേര് 2 members ഓഫ് ദ കമ്മിറ്റി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാല്യൂറും ഉണ്ടായിരിക്കും. കമ്മിറ്റി ഓതറൈസ് ചെയ്ത ചിലപ്പോൾ വ്യക്തമായിട്ട് ധാരണയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാറ്റിനെ കുറിച്ചും ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂറ് കൂടി കമ്മിറ്റി ഓതറൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു 5 അംഗ പാനലാണ് എന്തിനു പോവുക, 10 ലക്ഷത്തിൽ കൂടിയ എമൗണ്ട് ആണെങ്കിൽ പോവുക. വേർ ദ ലോൺ എമൗണ്ട് എക്സീഡ്സ് 10 lakh ആണെങ്കിലാണ് പറയണത് പാനൽ ഓഫ് 5 members. 2 ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും,
പിന്നെ 2 മെമ്പേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ 2 മെമ്പർ ഓഫ് ദ കമ്മിറ്റി, 2 ഓഫീസേഴ്സ്. അതിൽ ഒരു ഓഫീസർ എന്തായിരിക്കും? ഒരു ഓഫീസർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. അങ്ങനെ 5 പേരെയാണ് ഈ പാനലിൽ വരിക, വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരിക എന്ന് പറഞ്ഞു. പിന്നെ 59 തന്നെ പറയുന്നുണ്ട്, അടുത്തത് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റി. പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റി 59 സെക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 59 പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് പഠിക്കണം കേട്ടോ. പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റീസ്. അതിൽ പറയുന്നത് സൊസൈറ്റീസ് ഷോൾ ഫോളോ ദ നോംസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വൈൽ അക്വയറിങ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസൊക്കെ കൈവശം വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യണം? അത് യൂട്ടിലൈസ് ചെയ്യുന്നത് സ്വന്തം ഓൺ ഫണ്ടാണെങ്കിൽ കുറച്ച് നോംസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കണം എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇവിടെ 598 എന്നാണ് വന്നിരിക്കുന്നത്. അത് മാറ്റണ്ട് കേട്ടോ, 598 എന്നല്ല, അത് മാറ്റണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 59 സബ്സെക്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. 59 സബ്സെക്ഷൻ ബി ആണ് വരുന്നത്. പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റീസ്. അങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ സൊസൈറ്റി എന്ത് ചെയ്യണം? അതിൻ്റെ നോംസൊക്കെ അനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ. മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. വാങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു ഭാഗം വരുന്നത് നമ്മുടെ റൂള് 63 തൊട്ടിട്ടുള്ള ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഇനി വരുന്നത് കേട്ടോ. ഇനി വരുന്നത് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി 59 കഴിഞ്ഞാൽ 61 പ്രൊവിഡൻറ്റ് ഫണ്ടിൽ കാര്യമായി മാറ്റമൊന്നും കണ്ടില്ല. പിന്നെ ഗ്രാറ്റുവിറ്റിയിലും കാര്യമായി മാറ്റം വന്നിട്ടില്ല. പിന്നെ 63 തൊട്ടിട്ട് വീണ്ടും ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമുണ്ട്. അവിടെ കുറച്ച് അധികം അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെ പഠിച്ച പോയിൻറ്റുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. അല്ലെങ്കിൽ ഡേറ്റുകളും കാര്യങ്ങളും മാത്രം, എമൗണ്ടുകളാണ് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത്. എമൗണ്ടുകളും അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി എഴുതി പഠിച്ചാൽ ഉപകാരമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്